ക്യാഷ് ലോണൊക്കെ തന്നെ ഇതുപോലെ തന്നെ കൊടുത്തിട്ട് ആ എടുത്താണ് ആരാണ് ഈ ലോണ് കൊടുക്കുകയെന്നാണ് ഈ കേരളത്തിൽ നമ്മൾ ജനിച്ചിട്ടില്ലാത്ത ആളെ പേരിലാണ് ഈ ലോണൊക്കെ കൊടുക്കുക. ആ ലോൺ അങ്ങനെയാണ് ഈ 55 കോടി രൂപ ആ ബാങ്കിനകത്ത് ഈ 4000 ആളുകളെ പേര് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട ലോൺ പണം അതിൽ തന്നെ നഷ്ടപ്പെട്ടു. അത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി MLA മുതൽ ആ സ്ത്രീകളടക്കമുള്ള ഡെപ്പോസിറ്റ് വന്ന് കരഞ്ഞു വീണ് പറഞ്ഞപ്പോഴും അവസാനം കഴിഞ്ഞ MLA പറഞ്ഞു, എന്നോട് ചോദിച്ചാണോ നിങ്ങളവിടെ ഡെപ്പോസിറ്റ് കിട്ടുന്നത്, ആര് പറഞ്ഞോ ഡെപ്പോസിറ്റ് ആണോ? MLA മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചെന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഒരു മര്യാദ പറഞ്ഞത്, ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ആ സ്ത്രീകളടക്കമുള്ള ആളുകൾ മുസ്ലിം ലീഗ് നേതാവ് എന്നൊക്കെ പാണക്കാട് എന്നുകൊണ്ടും ഞങ്ങൾ ഡെപ്പോസിറ്റ് കണ്ട് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് എന്ന മറുപടി നടത്തുന്നത്? ചൂണ്ടിക്കാണിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട് തിരങ്ങാടി മണ്ഡലത്തിൽപ്പെട്ട തിരങ്ങാടിക്കാരായ ഈ 55 കോടി രൂപ ജനങ്ങളെ പണമാകെ തന്നെ പറ്റിച്ചിറങ്ങാൻ കത്തിയിറങ്ങി വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പണം തിരിച്ചു കിട്ടുന്നത് കൊടുക്കുന്നതിന് വേണ്ടി ഈടാക്കണമെന്ന് സർക്കാർ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ഡയറക്ടർമാരെ പേര് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ പേരിൽ അവരുടെ പണം ഈടാക്കി കൊടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ നമ്മുടെ സ്ഥാനാർത്ഥി കഴിയുമോ അറിയുമോ എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യും അതുകൂടി പറയണമെന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ഈ വക സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് ആഴത്തിൽ അയാൾക്ക് അറിയുന്നു. സ്വാഭാവികമായിട്ടും തന്നലിൻ്റെ വഞ്ചിക്കപ്പെട്ട നിക്ഷേപകരെ സഹായിക്കാൻ അദ്ദേഹം തയ്യാറാകുമെന്ന് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഞങ്ങൾ ചോദിക്കുന്നത്. ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രതികളെ പിടിക്കാൻ CPM പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നിക്ഷേപകർക്ക് വ്യാപക പരാതിയുണ്ട്. അതിൽ CPMന്റെ നിലപാടാണ്. 10 വർഷം CPM ഭരിച്ചല്ലോ. അതിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനോ പിടിക്കുന്നതിനോ എന്ത് നടപടിയാണ് ഈ പറയുന്ന ഇടതുപക്ഷം സ്വീകരിച്ചത്? ഏറ്റവും പ്രധാന വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് കന്നഡ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് അവസാനമായി. ആ അവസാനം നടത്തിയ തെരഞ്ഞെടുപ്പിനകത്ത് നിക്ഷേപകരുടെ പ്രതിനിധി എന്നതിൽ 5 പേര് മുസ്ലിം ലീഗ് നോമിനേഷൻ കൊടുത്തു. നോമിനേഷൻ തന്നെ അവർ നോമിനേഷൻ കൊടുത്തപ്പോൾ തന്നെ തള്ളിപ്പോണ നോമിനേഷനാണ് 6 കൊടുത്തത് 3 തള്ളിപ്പോയി. 3 പേര് വീണ്ടും മുസ്ലിം തെരഞ്ഞെടുക്കപ്പെട്ടു. അവരിപ്പോൾ എന്താ അവർ രാജ്യത്ത് പോയി. പിന്നെ 5 പേരില്ല. ഇപ്പോൾ അന്വേഷിക്കുന്ന സ്ഥിതി എന്താ വെച്ചാൽ ഈ മുസ്ലിം ലീഗ് ബാങ്ക് നടത്തുന്നതിന് എന്താ വെച്ചാൽ കക്ഷി പ്രധാന ബാങ്കാണ്. ബാങ്കാണ് വക്കീലിനെ നിശ്ചയിക്കപ്പെട്ട് കേസ് നടത്തുന്നത്. നമുക്ക് ബാങ്ക് കേസ് നടത്തുമ്പോൾ എന്താ വെച്ചാൽ ഈ കടന്ന് പോലീസും കളിക്കും. ബാങ്ക് നടക്കുന്ന വക്കീലിൻ്റെ ഓഫീസിലെ വേറൊരു വക്കീൽ തന്നെയാണ് ഈ കേസ് നടത്താൻ ഇവർക്ക് വേണ്ടി കേസ് നടത്തുന്നത്. ഇതിൽ കോടതിക്കകത്തുള്ള വിഷയം പ്രധാനപ്പെട്ട വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടത് ക്രിമിനൽ കേസിന് ബന്ധപ്പെട്ട കേസിനകത്ത് രാഷ്ട്രീയമായിട്ടില്ല കോടതിയിലാണ് ജാഗ്രത പോകുക. അതിലിപ്പോൾ പേർക്ക് ഈടാക്കാൻ വേണ്ടി വിജയിക്കുകയാണ്. RR പുറത്തേക്കിടാൻ പറ്റും. ഇതിനകത്ത് വളരെ പുറപ്പെടുന്ന കേസതാണ്. അത് ചെയ്യാൻ പറ്റില്ല. കോടതി പോയിട്ട് സ്റ്റേ വാങ്ങിപ്പോവുകയാണ്. അത് വാങ്ങിപ്പോകാൻ സാഹചര്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചാൽ ഈ പണം കൊടുക്കുക അത് തിരിച്ചു കൊടുക്കുക ചെയ്യിപ്പിക്കുക എന്നത് ധാർമ്മികതയാണ്. ആ ധാർമ്മികതമായിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കാർ അഴിമതി അടച്ചു കഴിഞ്ഞാൽ കൊള്ളടച്ചു കഴിഞ്ഞാൽ അവരൊന്നും ലീഗ് നേതാക്കന്മാരെ നിൽക്കുകയാണ്. ആ പ്രദേശത്ത് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ വരും. അവരെ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയെ നിൽക്കുന്നിലേക്ക് MLA നിൽക്കുന്നിലേക്ക് എന്ത് ചെയ്യാൻ ഈ പണം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇല്ലായ്മ ഒരു വിഷയം തരുള്ളൂ സാഹിബ്. അതായത് പിന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ ആദ്യമായിട്ടൊരു ജില്ലാ പഞ്ചായത്തിൽ നിക്ഷേപകർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്തുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ നേതാവ് നിക്ഷേപ തട്ടിപ്പടുത്തിയാണ് വിജയിലാണ്. നമുക്കറിയാതെ ആ വിഷയം. ആ കേസ് എങ്ങനെ ഒതുങ്ങുന്നത്? ഇത്തരം കേസുകൾ ഒതുങ്ങുന്നത് കക്ഷി ആക്ഷേപകരായിട്ട് വരുന്ന പരാതിക്കാരെ അപ്പുറം പോയി കണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിർത്തുകയാണ്. നഗർ സർവീസ് സഹകരണ ബാങ്കിന്റെ സ്ഥിതി എന്താ? 100 കോടിയുടെ സമീപകാലത്ത് കണ്ട സഹകരണ ബാങ്കിന് ഏറ്റവും വലിയ സ്കാമാണ് നഗർ സർവീസ് സഹകരണ ബാങ്കിന്റെ സ്കാം. അതെങ്ങനെ ഒതുങ്ങിയത്? അതുപോലെ നിങ്ങളെയും ഒതുക്കി എന്നാണ് ഞങ്ങളല്ല. ആക്ഷേപം, അതായത് ഞാനും
വേറൊരാൾ കൂടി പരാതിക്കാരനുണ്ടെങ്കിൽ പരാതിക്കാരൻ ഒതുങ്ങുന്നതോടുകൂടെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ലല്ലോ. ഇതെങ്ങനെ അവസാനിക്കാം? CPM പാർട്ടിയോ ഇടതുപക്ഷമോ ഒരു നിലപാട് ഇതുവരെ എടുത്തില്ല. കാരണം കൃത്യമായ ഒരു സമരം പോലും ഈ നിക്ഷേപകർക്കൊപ്പം നടത്താൻ CPM തയ്യാറായില്ല. അതിനർത്ഥം എന്താണ്? ആ സമരം ഉദ്ഘാടനം ചെയ്ത ആളാണ് ഞാൻ. നിരവധി സമരങ്ങളിൽ നിരവധി സമരങ്ങൾ നടത്തിയ സ്ഥലമാണ് കന്നല പാർട്ടി ലോക്കൽ കമ്മിറ്റി. നിരവധി സമരം നടത്തുന്ന ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോക്കൽ കമ്മിറ്റി പാർട്ടിയാണ്. മറ്റൊന്ന് തിരിച്ചാൽ ഇതിലെ അന്യായക്കാർ നമുക്ക് അറിഞ്ഞ കേസുണ്ടല്ലോ. കന്നല ബാങ്കാണ് അന്യായക്കാര്. ബാങ്കിൽ നിക്ഷേപിക്കപ്പെടുന്നവരാണ് ആര്? ബാങ്കിൽ നിന്ന് പണം തട്ടിച്ചെടുത്ത ആളുകൾക്കെതിരായിട്ട് കേസെടുക്കുന്ന കാര്യക്കാരാണ് ബാങ്കാണ്. അത് ഞാൻ പറഞ്ഞത് ബാങ്ക് ചെയ്യുന്നത്. ഇതിൽ ചന്ദനയിലെ സഖാവ് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്നവരാണല്ലോ അതിന്റെ പിറകിൽ പോയി ഈ സംഗതികൾ ചെയ്തിരുന്നത്. പക്ഷെ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല എന്നാണ് മൂപ്പര് വരെ പറയുന്നത്. തന്നലെ മുഹമ്മദ് കുട്ടി എന്നാണ്. അല്ല, തന്നലിന് മുഹമ്മദ് എന്നാണ്. ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് മജീദാണ്. ആ മജീദാണ് ഇതിന്റെ ആ പാർട്ടി ലോക്കൽ സെക്രട്ടറിയാണ്. അയാളാണ് ഇതിന്റെ പിന്നിൽ പോകുന്നത്, പ്രവർത്തിക്കുന്നത്. കേസ് എടുത്തത് മുഹമ്മദ് കുട്ടിന്റെ പരാതിയിലാണ്. രണ്ട് പരാതി കൊടുത്ത ആരെങ്കിലും ഒരാളെ കോടതിയെ സമീപിച്ചത് മുഹമ്മദ് കുട്ടിയാണ്. അന്യായക്കാരെ ഒതുക്കുന്നതോടുകൂടെ വിഷയം തീർന്നു. മുഹമ്മദ് കുട്ടി ഇവിടെ അതൊന്നല്ല പ്രശ്നം. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത്. അതിൽ നിലപാടുന്നത് പുറത്തൊരാൾക്ക് ഒരു കക്ഷിക്ക് അതിനകത്ത് അതിന്റെ റിപ്പോർട്ട് ചോദിക്കാനോ വിവരാവകാശ നിയമം ചോദിക്കാനോ അത് വെച്ചുകൊണ്ട് ചെയ്യാനല്ലാതെ സഹകരണ ബാങ്കിനകത്ത് തട്ടിപ്പ് നടത്തിയാൽ അതിന് പരാതിക്കാരൻ ആരാച്ച? പരാതിക്കാരൻ ബാങ്കാണ്. ബാങ്കിനോട് പരാതി പറയാൻ ആർക്ക് പറ്റുള്ളൂ? ഇവർക്ക് പറ്റുള്ളൂ. ആ ബാങ്കിനോട് പരാതി പറഞ്ഞിട്ടാണ് പാണക്കാട് തങ്ങളുടെ പേരുണ്ടാവണ എത്തിയങ്കാന് നയിക്കപ്പെടുന്ന കോളേജാണ്. ആ കോളേജിൽ 12 ലക്ഷം രൂപ കിട്ടാനുള്ളത്. ആ 12 ലക്ഷം കിട്ടുന്നതിന് വേണ്ടി ആ പാണക്കാട് തങ്ങളെ കോളേജിൽ ഏതെങ്കിലും അവർ സഹകരണ ബാങ്കിലെ ഡയറക്ടർമാർക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ടോ? കേസ് കൊടുക്കാൻ കഴിയില്ല. ഞാൻ അത് PTA ഫണ്ടാണ്, കോളേജിന്റെ ഫണ്ടല്ല. അത് PTA ഫണ്ടാണ്. എന്ത് ഫണ്ടായാലും കോളേജിന്റെ ഫണ്ട് കൊടുത്താൽ പ്രിൻസിപ്പളാണ് പരാതി കൊടുത്തത്. ആ പ്രിൻസിപ്പൾ പരാതി കൊടുത്തായിരിക്കാം സഹകരണ ജോയിന്റ് രക്ഷാൾക്കാർ. ജോയിന്റ് രക്ഷാളെ പരാതി ജോയിന്റ് രക്ഷാൾ എന്ന് പറഞ്ഞു സഹകരണ ബാങ്കിനോട് ഈ ഡെപ്പോസിറ്റുകാർക്ക് പണം തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രക്ഷാൾ മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് പണം കിട്ടായിട്ട് അവരെന്ത് ചെയ്തു? മന്ത്രി കൊടുത്തു. മന്ത്രി എന്ത് ചെയ്തു? സഹകരണ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും തിരിച്ചയച്ചു കൊണ്ട് പറഞ്ഞു ഇവർക്ക് പെൻഷൻ തിരിച്ചു കിട്ടാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഇന്ത്യൻ നിയമതാണ് കഴിയുള്ളൂ. അതായത് ഇതുവരെ ഇന്ന് നമുക്ക് ആ ബാങ്കിലെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എറണാകുളം പോയിട്ടുണ്ട്. എന്തിനാ പോയാൽ ചെല്ലുമ്പോൾ അവിടെ ഒരേ വക്കീലിന്റെ 2 വക്കീലന്മാരാണ്. ഓഫീസിൽ 2 വക്കീലന്മാരാണ് ബാങ്കിന് വേണ്ടിയും പ്രതികൾക്ക് വേണ്ടിയും ഹാജരാകുന്നത്. പ്രതികൾ മുസ്ലിം ലീഗിന്റെ ഡയറക്ടർമാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നയിക്കപ്പെടുന്ന ബാങ്കിന് വേണ്ടിയും ഹാജരാകുന്നത് ഒരേ വക്കീലിന്റെ ഓഫീസർമാരെന്ന ഉദ്യോഗസ്ഥന്മാരെന്തുകൊണ്ടാണ് 2 വക്കീലന്മാരാണ്. എന്താ കാരണം? ബാങ്ക് കൊണ്ടേ കൊടുക്കണേ വക്കാലത്ത് കൊടുക്കുന്ന സെക്രട്ടറി വക്കാലത്ത് കൊടുത്തുകൊണ്ട് ആ വക്കാലത്ത് കൊടുത്തിട്ട് ആര് പേരില കൊടുക്കുന്നത്? ഡയറക്ടർമാരുടെ പേരിലും സെക്രട്ടറി പേരിലുമാണ് പ്രതിയായി കൊടുക്കുന്നത്. ഒരു പണം ഈടാക്കി കൊടുക്കാൻ വേണ്ടി കൊടുക്കേണ്ട ആറാറൊക്കെ നടപ്പാക്കാൻ കൊടുക്കേണ്ട ബാങ്കാണ് കൊടുക്കേണ്ടത്. ആ ബാങ്ക് കൊടുക്കുന്നത് വക്കീലിന് വെച്ചാൽ വേണ്ടി കൊടുക്കുമ്പോൾ ആ വക്കീലിന്റെ ആഫീസിൽ തന്നെ കൊടുക്കുന്ന മറ്റ് ജൂനിയർ വക്കീലന്മാരാണ് ആർക്ക്? പ്രതികളായ അവിടുത്തെ ഡയറക്ടർമാരായ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് വേണ്ടി കൊടുക്കുന്ന അതേ ഓഫീസ് വക്കീലന്മാരാണ്. അതെന്തുകൊണ്ട് വെച്ചാൽ അതാണ് ഞാൻ അത് ഈ കള്ളനും പോലീസ് കളിച്ചു പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ബാങ്കാണ് അന്യായക്കാര്. ബാങ്കിനോട് ആവശ്യമായിട്ട് സ്വാഭാവികമായിട്ടും ഇവര് അതായത് ഈ ആധാറിന്റെ നോട്ടീസ് ഈ പറയുന്ന ഡയറക്ടർമാർക്ക് കൊടുക്കുന്നത് 2025 ഫെബ്രുവരി മാസത്തിലാണ്.
പക്ഷെ നാളിതുവരെയായിട്ട് അതിന്റെ തുടർ നടപടികൾ നടന്നിട്ടില്ല. അത് നടത്തേണ്ടത് സർക്കാരാണ്, സഹകരണ വകുപ്പാണ്. ആ വകുപ്പ് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. പക്ഷെ എന്താണ് നിങ്ങൾക്ക് ഇതിലുള്ള ഒരു അമാന്തം? ഈ 6 കുട്ടിയെ എല്ലാ കക്ഷികളും നമുക്കറിയാലോ, ഒരു പൊതുമുതൽ പണ്ടിന്റെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 6 കിട്ടിയാൽ ആ 6 ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞാൽ അത് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ എടുക്കണപ്പോ സ്റ്റേ അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളതാണ്. നമുക്കറിയാം ഇവിടെ നമുക്ക് ആകെ കേരളത്തിനകത്ത് ഈ അഴിമതി ബന്ധപ്പെട്ടുകൊണ്ട് 6 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് മാത്രം രക്ഷപ്പെട്ടുള്ളൂ. ഒരു കേസുണ്ട്. ബാക്കിയുള്ളൊക്കെ എന്താ അടക്കപ്പെടുക? ബാക്കിയുള്ള എല്ലാം അടക്കുക. അയാൾ അവർ മരിച്ചെന്നാ പോലും മരിച്ചു പോയാൽ പോലും എന്താ വെച്ചാൽ അത് സ്റ്റേ പെട്ട് ഇങ്ങനെ നീങ്ങും. അത് കേരളത്തിൽ നിയമത്തിന്റെ വിഷയമാണ്. സിവിൽ ഡിസ്ട്രിബ്യൂട്ട് സംബന്ധിച്ച കേസിൽ. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞാൽ ഇവിടെ മുസ്ലിം ലീഗ് ഭരിക്കപ്പെടുന്ന ഒരു ബാങ്കിനകത്ത് ഈ രൂപത്തിൽ എന്താ വെച്ചാൽ സാധാരണ ബാങ്ക് പൊളിഞ്ഞു പോക്കുണ്ട്, തട്ടുപോക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോക്കുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ ബാങ്ക് ഭരിക്കുന്ന ആളുകൾ ബിനാമി ലോൺ എന്ന് പറയുമ്പോൾ വെച്ചാൽ ജീവിച്ചിരിപ്പില്ലാത്ത ആളുടെ പേര്, ആ ജീവിച്ചിരിക്കുന്നില്ലാത്ത ആളെ പേരെടുത്ത ലോണായിട്ട് കൊടുത്തിട്ട് നോട്ടീസ് തിരിച്ചു ബന്ധപ്പെട്ട് നോട്ടീസ് ആ ബാങ്കിൽ നിന്ന് നോട്ടീസ് അയച്ചവർക്ക് അത് നിയമനം അയക്കേണ്ടതാണ് ഉദ്യോഗസ്ഥന്മാരെ. ആ അയച്ചിട്ട് കൈപ്പറ്റാതെ ആള് ജീവിച്ചിരിപ്പില്ലാതെ തിരിച്ചു വന്ന നോട്ടീസ് വന്ന ബാങ്കിലെ ആളുകളായി വഴി പറയണം. അത് ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ കൊടുത്ത ലോണിനെ ആധാരം ആലോചിക്കുന്ന KCC ബാങ്കുകാർക്ക് മനസ്സിലാക്കുമല്ലോ. എന്താ കാർഷിക ലോണാണ്, ഏറ്റവും പലിശ കുറഞ്ഞ ലോണാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന പലിശയിൽ കൂടി കുറഞ്ഞ ലോണും പലിശ വാങ്ങുന്ന ലോൺ, ആ പലിശ ലോണൊക്കെയാണ് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലിശ മുതലും അടച്ചിട്ടില്ല, അത് ആരാന്ന് അറിയില്ലാത്ത കേസാണ്. അത് അതിനകത്തൊരു രാഷ്ട്രീയ പാർട്ടി എന്നത് ആ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്, ആ പാർട്ടിയുടെ MLAക്ക് ഉത്തരവാദിത്തമുണ്ട്, നേതാക്കന്മാർ ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ മറുപടി പറഞ്ഞു പോട്ടെ. അത് നമ്മളെ മണ്ഡലത്തിലെ ഈ MLA എന്ന കഴിഞ്ഞ MLA പറഞ്ഞത് ഞാൻ പറഞ്ഞ എല്ലാം തന്നു എന്നാണ്. ഇപ്പം തിരങ്ങാടിയുടെ MLA ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി, ഒരു സമരരംഗത്തേക്ക് വന്നു. ആ സമരത്തിലേക്ക് വന്നിട്ട് പോലും MLA കഴിഞ്ഞ് പരിഹാരം കണ്ടെത്താനോ ഇനി ചെയ്യുമെന്ന് പറയാനോ അല്ല കൊടുക്കണമെന്ന് പറയാനോ തയ്യാറായിട്ട് ഞാൻ ഈ ഇവിടെ സമരം നടത്തി അവരേറ്റ് സംസാരിക്കുമ്പോഴാണ് ഇതിൽ CPM പാർട്ടി കൂടി ഒത്തൊരുമിച്ച് മുസ്ലിം ലീഗിന്റെ ഈ പ്രതികൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ആക്ഷേപം വരുന്നത്. അത് മാത്രമല്ല, സഹകരണ ബാങ്കിൽ ഒരു അഴിമതി നടന്നാൽ അത് അന്വേഷിക്കുന്നത് ആഭ്യന്തര വകുപ്പാണല്ലോ. പക്ഷെ ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ? ചന്ദ്രിക സോറി, ഇത് സ്കാം നടന്ന സമയത്തെ CPMന്റെ ഡയറക്ടർമാരല്ലല്ലോ. അല്ല, ഓഹരി എന്തായാലും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അത് പക്ഷെ ഇതില് ഈ വിഷയത്തിൽ പോലും ഒരു സമരമായിട്ട് നിങ്ങൾ വരുന്നില്ല. ഞങ്ങൾ സമരം ചെയ്യാത്തതുകൊണ്ടാണോ ഈ കാര്യം വെട്ടിപ്പിടിച്ചോട് പോകുന്ന? അല്ല, അങ്ങനെ വെട്ടിപ്പ് നടത്തിയവരെ പിടിക്കാത്തത് എന്തുകൊണ്ട്? അതായത് ആഭ്യന്തര വകുപ്പ് അതിന് തെളിവില്ലാത്തതുകൊണ്ടാണ്. അതായത് ഈ മുസ്ലിം ലീഗുകാര് ഈ അഴിമതി നടത്തി എന്ന് പറയുന്നത് ബാങ്കിന് വേണ്ടി കേസ് നടത്തുന്നത്. അഴിമതി നടത്തിയ അതിന്റെ ഗുണം പറ്റിയ കള്ളന്മാരാണ് ഈ ബാങ്കിന് വേണ്ടി കേസ് നടത്തുന്നത്. ഒരുപാട് ഇപിന്റെ അടുത്തുണ്ട്. അതായത് തങ്കല ബാങ്കിന്റെ ആ പാവങ്ങള് പിന്നെ ഒരു സുബ്രഹ്മണ്യൻ എന്നുള്ള പിന്നെ ഇടയ്ക്കുള്ള കക്ഷി, അയാൾ അന്ന് തന്നെ അത് ആ പ്രശ്നം തീർത്താണ്. അയാൾ രേഖയൊന്നും വായിച്ചില്ല, അയാൾ പൈസ അടച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ പിന്നെ ഈ ബാങ്കിന്റെ EP വന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അതൊരു സിവിൽ നടപടി എന്ന രൂപത്തിലേക്ക് ആ നടപടി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കേസുകൾക്കൊക്കെ എന്തുണ്ട്, അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളാണ് മറ്റുള്ളത്. ഇപ്പോൾ നമുക്ക് ആക്ഷേപിക്കുക എന്നുള്ളതല്ലാതെ നമുക്കിപ്പോൾ അതിൽ നമ്മുടേതല്ല. ആ പിന്നെ ബാങ്ക് മുസ്ലിം ലീഗിന്റെ ബാങ്കാണ്, മുസ്ലിം ലീഗാണ് അതിന് സംരക്ഷണം കൊടുക്കുന്നത്, മുസ്ലിം ലീഗാണ് അതിന് ഉത്തരവാദിയായിട്ട് നിൽക്കുന്ന ആളുകൾ, അല്ലാതെ വേറെ ആരുമില്ല. ഇപ്പൊ മുസ്ലിം ലീഗ് നേതാവ് രൂപത്തിലേക്ക് അവിടുത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ സംരക്ഷിക്കപ്പെടുന്നത് ആരാ? മുസ്ലിം ലീഗ് പാർട്ടിയല്ലേ. മുസ്ലിം ലീഗിനെ ധാർമ്മികരമായ ഉത്തരവാദിത്തമല്ലേ? അവർക്കെതിരെ എന്ത് മുസ്ലിം ലീഗ് നടപടി എടുത്തു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച ചോദ്യം. അതിൽ MLA ഉണ്ട്, ഇപ്പൊ മത്സരിക്കാൻ പോകുന്ന എല്ലാവരും അതിൽ ഉത്തരവാദികളാണ്, ഉത്തരവാദികൾ കുറ്റക്കാരാണെന്നുള്ളത് ആരോപണം മാത്രമായതുകൊണ്ടാണ് CPM കൃത്യമായ നടപടിക്രമുണ്ട്. ആരോപണം എന്നല്ലാതെ പൈസ ഒന്ന് രണ്ടെന്നറിയോ മറ്റൊക്കെ പറഞ്ഞൊരു കാര്യം എന്താ, ആദ്യഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് സഹകരണ മേഖലയ്ക്കകത്ത് വലിയ പ്രശ്നം കേരളത്തിനകത്ത് എല്ലാ സഹകരണ മേഖലകത്തും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ
ആ വിഷയത്തിന്റെ മുകളിൽ എന്താ വെച്ചാൽ സഹകരണ മേഖല തർക്കപ്പെടുന്നത് കൊണ്ടുപോകുന്ന അഭിപ്രായം കൊണ്ട് രാജ്യങ്ങളുടെ സമരത്തിന്റെ മാർഗത്തിൽ പിന്നെ കേരളത്തിന്റെ സഹകരണ മേഖല സംരക്ഷിക്കപ്പെടാനാണ്. അതായത് കേരളത്തിൽ സഹകരണ മേഖല എടുക്കുന്ന നടത്തിയ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല. മറിച്ച് എന്താ സംഭവം ഇപ്പോഴും ഇതുവരെ എന്താ കേരളത്തിലെ സഹകരണ മേഖല തകർക്കുന്നതിന് സംവിധാനം കേന്ദ്രത്തിന് ഭാഗത്തുണ്ട്. അവര് നേരെ ഇതുവരെയെങ്കിലും ഏതെങ്കിലും സഹകരണ സംഘത്തിന് വേണ്ടി ഇപ്പോഴും ഞങ്ങള് തന്ത്രല ബാങ്കിനകത്ത് അന്വേഷിക്കുന്നത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്താ പറയാത്ത കാരണം ആ അന്വേഷണം ഇതിനകത്ത് അന്വേഷണം ആവില്ല. മറിച്ച് എന്താ വേണ്ടത്, ഇവിടെ സഹകരണ മേഖല നടത്തുന്ന ആളുകൾ ധാർമ്മികത വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നാട്ടിലെ ജനങ്ങളെ അവിടെ പണം നിക്ഷേപിക്കുന്നത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന ബാങ്കാണ്. ഞാനൊരു സഹകരണ ബാങ്കിന് 26 പ്രസിഡന്റ് തൊട്ടടുത്ത ആ ബാങ്കിൽ നിന്നാണ് ഇപ്പോൾ തെന്മല സഹകരണ ബാങ്കിന്റെ ഭാഗത്ത് കൊടുക്കുന്ന പെൻഷൻ പോലും തെന്മല പഞ്ചായത്ത് കൊടുക്കുന്ന തെന്മല ബാങ്ക്. കാരണം ഇവിടെ ഇതിന് കൊടുക്കാൻ കഴിയാത്തവർക്ക് കൊടുക്കാൻ അവിടെ നിക്ഷേപിക്കപ്പെടുന്നത് വെച്ചാൽ CPM ഇന്ന ആളാണ്, മുസ്ലിം ലീഗിന്റെ ആളുകളാണ്. അവരൊരിക്കലും വഞ്ചിക്കപ്പെടില്ല എന്നും ഞങ്ങൾ ഡെപ്പോസിറ്റ് സംരക്ഷിക്കപ്പെടുമെന്ന വിശ്വാസത്തിന് മുകളിലാണ് കൊടുക്കുന്നത്. മുസ്ലിം ലീഗിനെ വിശ്വസിച്ചുകൊണ്ടാണ് തെന്മല ബാങ്കിനകത്ത് ജനം നിക്ഷേപിക്കപ്പെട്ടുള്ളത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന ബാങ്ക് എന്നുള്ളത് പെരുമണ്ണക്കാരി സർവീസ് സഹകരണ ബാങ്കിനകത്ത് നിക്ഷേപിക്കപ്പെട്ട എന്താ CPMന്റെ ഏരിയ സെക്രട്ടറി CPM നയിക്കുന്ന ബാങ്ക് എന്നുള്ളതുകൊണ്ട് ആ പാർട്ടി വിശ്വസിക്കപ്പെട്ടുകൊണ്ടേനെയാണ്. അപ്പൊ അങ്ങനെ നിക്ഷേപിക്കപ്പെട്ട പണത്തെ സംബന്ധിച്ച് ധാർമ്മികമായ ഉത്തരവാദിത്തം ആർക്കുണ്ട്? ആ പാർട്ടിക്കുണ്ട്. ആ പാർട്ടി വിചാരണ ചെയ്യുന്ന പ്രത്യേകിച്ച് MLA ക്കുണ്ട്. ആ MLA പറഞ്ഞ മറുപടി പറഞ്ഞ കേട്ടത് എന്താ വെച്ചാൽ എന്നോട് ചോദിച്ചാണോ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടെന്നാണ് ഈ ആരോട് പറഞ്ഞത്, ഈ നിക്ഷേപകരോട് പറഞ്ഞ വാക്ക്. അത് ഈ MLA പുതിയ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആ കാര്യം എന്ത് പറയാനുണ്ട്? ഇവർക്ക് നിക്ഷേപം കിട്ടുന്ന ആളുകൾക്ക് നിക്ഷേപിച്ച ആളുകൾ പാവപ്പെട്ട മനുഷ്യരാണ്. അവർക്ക് അതുപോലെ സിയാബത്തങ്ങളെ മെമ്മോറിയൽ കോളേജിന്റെ പേരിൽ PTA ഫണ്ടായാലും എന്ത് ഫണ്ടായാലും ആ പ്രിൻസിപ്പളെ അടച്ച 12 ലക്ഷം രൂപ അതിന്റെ പലിശയും അവർക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി MLA ഇടപെടുമോ എന്നുള്ളതാണ് ചോദ്യം. MLA പറയേണ്ടതല്ല, MLA സ്ഥാനാർത്ഥി ഇടപെടുമോ എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്തരം വെട്ടിപ്പിനെതിരായി MLA ആയി വന്നു കഴിഞ്ഞാൽ MLA എന്ന രൂപത്തിലേക്ക് സകലമായതുകൊണ്ട് അവിടുത്തെ ആളുകൾക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നടപടിയുമായി മുന്നോട്ട് പോയ MLA ഉണ്ടാവും. അല്ല ഇതുപോലെയല്ല എന്ന് പറയാ. എന്നോട് ചോദിച്ചാണോ? സാധാരണ മനുഷ്യന്മാരൊന്നും MLA-മാരെ കണ്ട് ചോദിച്ചാലും കൊടുക്കുക. ആ ബാങ്കിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ബാങ്കിലെ ഭരണ സമിതിയെ കണ്ടുകൊണ്ടാണ്, ആരെയും പ്രസിഡന്റ് എന്ന് കണ്ടുകൊണ്ടാണ്, ഏത് പാർട്ടി എന്ന് കണ്ടുകൊണ്ടൊക്കെ തന്നെയാണ് അതിന്റെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടു പോകുന്നത്. അതിന് ആ രൂപത്തിൽ തിരിച്ചു കൊടുക്കാൻ നടപടി പോകുന്നതിന് വേണ്ടി ഈ MLA-ക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ചോദിക്കുക. ഇതിന്റെ ഒരു കാര്യം ഈ ബാങ്കിന്റെ കാര്യം നമ്മളെ കുറെ കാര്യങ്ങൾ തന്നെ മുന്നിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ടത് നാടിന്റെ വികസനങ്ങളെ കുറിച്ച് അല്ല. ബാങ്കിന്റെ ഒരു കാര്യം ഇതാരും വലിയ പിന്നെ അവസരമായിട്ട് എടുക്കണ്ട. ARR സർവീസ് ബാങ്കിന്റെ കള്ളപ്പണ നിക്ഷേപങ്ങളും ആരാണെന്ന് അറിയാത്ത ആളുകളുടെ പേരിൽ കോടികൾ നിക്ഷേപിച്ചൊക്കെ നമുക്കറിയാം. അതിലൊക്കെ സർക്കാരിന്റെ ചെറിയൊരു പ്രതിസന്ധി സെൻട്രൽ ഗവൺമെന്റ് അമിത്ഷാ ഭരിക്കുന്ന രൂപത്തിലേക്ക് ഒരു സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കുകയും അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ നശിപ്പിക്കുമെന്നൊരു തോന്നലുണ്ടാകുന്ന സമയത്ത് സഹകരണ പ്രസ്ഥാനത്തിന്റെ ക്രെഡിബിലിറ്റി കുറയാതിരിക്കാൻ വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ഗവൺമെന്റ് നിർബന്ധിതാവസ്ഥയിൽ പ്രതിസന്ധിയിലാകപ്പെട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊരു അവസരമാക്കി കേരളത്തിലെ ബാങ്കിൽ അത് പല ബാങ്കുകളും അങ്ങനെ പറയാം. ബാങ്കുകളിലും അല്ല പല ബാങ്കുകളിലും വയനാടുണ്ട് കരിവന്നൂരും അതുപോലെ തന്നെ AR നഗർ പറഞ്ഞതുകൊണ്ട് കരിവന്നൂർ AR നഗറിനെ സംബന്ധിച്ച് AR നഗർ നഗരത്തിനുള്ളത് ഈ പറഞ്ഞ മറ്റൊരു ബിനാമി ഡെപ്പോസിറ്റാണ്. ഡെപ്പോസിറ്റ് അത് ഇത് നടന്ന ഇത് സാധാരണക്കാരെ ഫണ്ടാണ്. സ്വന്തം ആളില്ലാത്തവർ ലോൺ എടുക്കുകയാണ്, കട്ടെടുക്കുക. മറ്റത് ഏതോ പൈസ ആരോ പൈസ 100 പൈസ ആ പൈസ ആരോ പൈസ വേറെ ആളുടെ വീട്ടിലാണ്. ഇതങ്ങനെ ആരുടെ നിക്ഷേപം കരുവന്നൂർ മാത്രമല്ല കേരളത്തിനകത്ത് ഒരുപാട് ബാങ്കുകൾ നാഷണലൈസ്ഡ് ബാങ്ക് അടക്കമുണ്ട്. അതിൽ നിന്ന് എത്രയോ കുറഞ്ഞ ഭാഗം ഉണ്ടാവുള്ളൂ സഹകരണ ബാങ്ക്. അങ്ങനെയല്ല, 4-5 ബാങ്ക് ഉണ്ടാവുള്ളൂ. അത് നമ്മളെ MLA ചോദിച്ചാൽ കരിവന്നൂർ കേസ് ഒരിക്കലും നമ്മൾ തിരങ്ങാടി MLA ചോദിക്കുന്നു. MLA ചോദിക്കുന്ന ആരാ? തിരങ്ങാടികളിലെ വിഷയത്തെ പറ്റിയാണ്. തിരങ്ങാടി MLA ഇപ്പൊ ഞങ്ങൾ സ്ഥാനാർത്ഥിയോട് ചോദിക്കാറുള്ളത്
കഴിഞ്ഞ് നിൽക്കുന്ന MLA തിരങ്ങാടിലെ ജനങ്ങളെ, തിരങ്ങാടിലെ വോട്ടർമാരായ ഈ 4300-200 വരുന്ന ആളുകളെ 55 കോടി രൂപ വെട്ടിച്ച് പോയ സംബന്ധിച്ച് അതിന് ചോദിച്ച സമയത്ത് എന്നോട് ചോദിച്ചാണോ കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് പകരം പുതിയ സ്ഥാനാർത്ഥി എന്ത് ചോദിക്കും, എന്ത് പറയുമെന്നാണ് കേൾക്കേണ്ടത്. 2024 സെപ്റ്റംബർ 29 നിയാസ് പുളിക്കലകത്ത് മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് കേരളം ബംഗാളാകാൻ അനുവദിക്കരുത് എന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അതായത് ചിലതൊക്കെ എനിക്ക് വെളിപ്പെടുത്താനുണ്ട് എന്നും പറഞ്ഞത്. ആ 2024 സെപ്റ്റംബർ 29 നിന്നും ഇപ്പോൾ 2026 ഏപ്രിൽ 5-6 എത്തുമ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ മാറ്റം വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റം? ഈ ബംഗാളാവാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തി ചോർന്നു പോകരുത്, അങ്ങനെ കേരളം ആവരുതെന്നുള്ള ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അത് പൗർണമതി പിന്നെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണല്ലോ 3ാം പ്രാവശ്യം ഞങ്ങൾ ഭരണത്തിലേക്ക് വരുന്ന കേരളത്തിന്റെ പല സർവേകളും വിലയിരുത്തുന്നത്. അതിന്റെ കൂടെ ഞാനുണ്ടാവുമല്ലോ. എത്ര സംശയങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ പ്രസ്ഥാനവും ഞങ്ങളുടെ ചിന്തകളും നശിച്ചു പോകുന്നത് 2024 സെപ്റ്റംബർ വരെയുള്ള ഭരണത്തിൽ അങ്ക് തൃപ്തനല്ല. ഭരണമല്ല പറയുന്നത്. കേരളത്തിൽ ബംഗാളിലുള്ളതുപോലെ ഇടതുപക്ഷ ചിന്തകളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ ഇല്ലാതെയായി പോകരുത് എന്നുള്ള ഇടതുപക്ഷ ചിന്തയുള്ള ഒരു ജനാധിപത്യ വിശ്വാസി ആശങ്കയും ആദ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാറിയത് കൊണ്ടാണ് ഇന്ന് പലരും 3ാം പ്രാവശ്യം ഇടതുപക്ഷം വരുന്നത് പറഞ്ഞു. ഞാനടക്കം മാറി, പത്രക്കാർക്ക് മാറി, ജനങ്ങൾക്ക് മാറി, സർവേക്കാർക്ക് മാറിയോ? അങ്ങനെയുള്ള തോന്നലുകൾ ആദ്യ മനുഷ്യരുണ്ടാവുമല്ലോ. അത് നമ്മൾ പങ്കുവെക്കുമല്ലോ. എന്ത് സംശയം? ബംഗാളായത് ബംഗാളിലെ ആ സർക്കാരിനെ ബംഗാളിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അവിടെ കൂട്ടുകൂടി ശക്തികളുണ്ട്. ആരാ? ഇപ്പൊ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി അടക്കം, അതുപോലെ തന്നെ ഇടത് തീവ്രവാദികൾ, ഇടത് തീവ്രവാദികൾ അടക്കമുള്ള, അതുപോലെ ജമാഅത്ത് ഇസ്ലാമി അടക്കം ചേർന്നുകൊണ്ടാണെന്ത് അന്നത്തെ കേരളത്തിലെ ബംഗാൾ സർക്കാർ അട്ടിമറിച്ചുകൊണ്ട് ബംഗാളി കുടുംബത്താക്കിയത്. ആ ഒരു സാഹചര്യം കേരളത്തിലെ ഇപ്പൊ രൂപപ്പെട്ട് വരുന്ന സാഹചര്യം ഉണ്ട് എന്ന് ആദ്യം തന്നെയാണ് നിയാസിനെ പോലൊക്കെ ആള് ചൂണ്ടിക്കാണിച്ചത്. കാരണം ഇപ്പൊ കേരളത്തിനകത്തില് ജമാഅത്ത് ഇസ്ലാമി അടക്കം, അതുപോലെ തന്നെ ഇടതെന്ന് പറയുന്ന ചില ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രചാരവേലകളുണ്ട്. ആ പ്രചാരവേലൊക്കെ പെട്ടാൽ കേരളത്തിൽ ബംഗാളി പോലെ ആവുന്ന ആദ്യം അന്ന് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ വരെ വിമർശിച്ചിട്ടുണ്ട്. സത്യമില്ലോ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷവും. ജമാഅത്ത് ഇസ്ലാമി ബംഗാളിലൊന്നും ഇല്ല. അത് പേരേ ഉള്ളൂ. തിരുവങ്ങാടിയിലെ വേണ്ടത്ര ഒരു പ്രചരണം ചൂടില്ലായിരുന്നു. നിങ്ങളൊന്ന് വന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് ചൂടാക്കുന്ന പ്രതീക്ഷയിൽ വന്നാണ്. ഒരുപാട് സമയം ഇവിടെ ഇരിക്കില്ല. വേറെ കാര്യം, ഒരു കാര്യം പറഞ്ഞു, പിന്നെ വോട്ട് ഞങ്ങൾ ചോദിക്കുന്നത് വേറെ രീതിയിലാണ്. മതം പറഞ്ഞിട്ടോ പള്ളിയിൽ ഔദന്റെ കാര്യമോ ഭസ്മത്തിന്റെ കാര്യം ചോദിച്ചിട്ടൊന്നും ഞങ്ങൾ വോട്ട് വയ്ക്കുന്നില്ല എന്ന് പറയും. ആരാണ് തിരുവങ്ങാടിയിൽ അങ്ങനെ വോട്ട് ചെയ്തത്? സംശയം. തിരുവങ്ങാടിയെ പ്രതിനിധാനം ചെയ്യുന്ന വലതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളുടെ അപ്പോസ്തലന്മാരൊക്കെ അങ്ങനെയാണല്ലോ ചോദിച്ചിട്ടുള്ളത്. പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ടല്ലോ. പാർട്ടിയുടെ ഈ തിരുവങ്ങാടി പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയുടെ സംസ്ഥാന സെക്രട്ടറിമാരുടെ ഒരാളാണ് പ്രസംഗിച്ചത്. ഞങ്ങൾ ഭരണത്തിലേക്ക് വന്നാൽ മുസ്ലിങ്ങൾക്ക് വാങ്ങാനുള്ള അവകാശങ്ങൾ മുഴുവൻ വാങ്ങിക്കൊണ്ടുവരാൻ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു പൊതുമണ്ഡലത്തിൽ പ്രസംഗിക്കാനുള്ള ത്രാണി ഉണ്ടെങ്കിൽ അവരുടെ അനുയായികളാണല്ലോ തിരുവങ്ങാടിയിൽ മത്സരിക്കുന്നത്. ഇതിനകത്തൊരു സംശയം, ഇതിനകത്തൊരു സംശയം. അവിടെ ഞങ്ങൾ പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിൽ എല്ലാ മതവും എല്ലാ ജാതിയും പെടുമല്ലോ. മനുഷ്യരെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇത് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഗുരുവായൂർ പിന്നെ അവിടെ ശ്രീകൃഷ്ണൻ നിൽക്കുന്ന സ്ഥലത്ത് ഹിന്ദു MLA വരണമെന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണൻ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? തിരുവങ്ങാടി പ്രതിനിധാനം ചെയ്ത സ്ഥാനാർത്ഥി സംസ്ഥാന സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. സംസ്ഥാന സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. KM ഷാജി എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് കേരളത്തിന്റെ ജനതയോട് സംസാരിച്ച കാര്യം.
അതിന്റെ ബാക്കിയാണല്ലോ തിരുവങ്ങാടി സംസാരിക്കുന്ന സ്ഥാനാർത്ഥിയൊക്കെ. എന്റെ സംശയം എന്താ? യെസ്, ആ രീതിയിൽ ജനാധിപത്യ സംവിധാനങ്ങൾ മാറിയത് ഒരു ശുദ്ധമായ ഇടം കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതേപോലെ ആദ്യം ചോദിച്ച കാര്യങ്ങൾ ഞാൻ പണ്ട് പറഞ്ഞ് ഇന്നും പറയും. ഞങ്ങളിലുള്ള ഇടതുപക്ഷത്തിലുള്ള ഒരു ഏറ്റവും വലിയൊരു സുതാര്യത എന്താ അറിയോ? പാർട്ടിയിലെ ഏത് നേതാവിനെയും തിരുത്താൻ ഒരു ചെറിയ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന് പോലെ അവകാശമുണ്ട്. കുരുത്തങ്ങളായിട്ടൊന്നുള്ള വിശ്വാസം ഞാൻ സ്വർഗം നരകം കാട്ടി പൊഴിപ്പിക്കൂല. ആരോടെയും ചോദിച്ചാൽ നരകത്ത് പോകും, അല്ലെങ്കിൽ പിന്നെ ഇമാം കേടുന്നു എന്നൊന്നും എവിടെയും പറയില്ലതുകൊണ്ട് അവിടെ ചോദിക്കാം, പറയാം, അഭിപ്രായം പറയാം, ഒരു സംശയമില്ല. അതാണ് ഒരു ഇടതുപക്ഷ പ്രവർത്തകന്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അതാണ് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ, അതിന് ഇതിന് സ്വാതന്ത്ര്യമല്ലേ. വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് സ്ഥിതി. അപ്പൊ മാഷർ വരെ എത്തിയിട്ടുണ്ടാവില്ല. ഹാർബറിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഹാർബറിന്റെ നിങ്ങൾ ഇടപെട്ടിട്ട് കൊടുന്ന ഒരു വലിയ വികസന പ്രവർത്തനമാണ് ഹാർബർ. പിന്നെ മറ്റുള്ളതൊക്കെ പറഞ്ഞു. ഈ പ്രവർത്തനങ്ങളൊക്കെ പിന്നീട് നിൽക്കുന്നത് വേണ്ടത്ര ഫണ്ട് കിട്ടാത്തതുകൊണ്ടോ മറ്റുള്ള കാര്യങ്ങളുകൊണ്ടോ ആയിരിക്കും. അപ്പൊ ഈ കൊണ്ടുവന്ന നിങ്ങൾക്ക് അത് പൂർത്തീകരിക്കാനുള്ള പണി കൂടി ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകൻ, ഇത് കൊണ്ടുവരാൻ നിങ്ങൾ തിരുവനന്തപുരങ്ങളിലെ വോട്ടർമാർ ചുമതലപ്പെടുത്തിയതാരെ? തോറ്റ എന്നെയാണോ ജയിച്ച MLA? അതിന്റെ കാര്യങ്ങൾ പരമാവധി നോക്കുമ്പോൾ അതിന് മുന്നിൽ നിന്ന് ലീഡ് ചെയ്യേണ്ടത് ഈ അധികാരത്തിന്റെ പെന്നുള്ള ആളല്ലേ. പല സ്ഥലത്തും ഞങ്ങൾ തള്ളപ്പെട്ടു പോകും. ചില ഉദ്യോഗസ്ഥന്മാരെത്തി ചെല്ലുമ്പോൾ, ചില ഫയലുകൾ നീക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയുന്നത്? പക്ഷേ ചില അങ്ങനെയല്ല, നിങ്ങളുടെ MLA അല്ലേ വരേണ്ടത്, നിങ്ങളാര് എന്ന് ചില ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചാൽ, അവരുടെ ബ്യൂറോക്രാറ്റിക് മൈൻഡിൽ ചോദിച്ചാൽ ഞങ്ങൾ എന്താ മറുപടി പറയുന്നത്? പല സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, നിരന്തരമായി യാത്ര ചെയ്തിട്ടുണ്ട്. കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഞങ്ങൾക്കവിടെ പരപ്പനങ്ങാടി അങ്ങനെ തന്നെ പറയാം, പരപ്പനങ്ങാടി നഗരസഭയിൽ 19 കൗൺസിലർമാർക്ക് ഉണ്ടായപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങളാണ് എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ ഗവൺമെന്റ് സഹായിച്ച് പിന്നാലെ വന്നുകൊണ്ട് കൊണ്ടുവന്നതാണ്. പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യേണ്ട ചുമതല ആയിരുന്ന ആ 19 വന്നപ്പോ LBSന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. IIST സയൻസ് പാർക്ക് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധി അല്ലാത്ത ഒരാളുകൾക്ക് എല്ലാ കാര്യവും നടക്കുമോ? നൂറ് കാര്യങ്ങൾക്ക് പോയാൽ ഒന്നോ രണ്ടോ നടക്കും. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ MLA-മാരെയും സഹായിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലടക്കം ഇപ്പൊ പല MLA-മാരും നമുക്കറിയാം. അവരുടെ ഇലക്ഷൻ ബ്രോഷറിൽ എന്താ പറയുന്നത്? 1000 കോടി കൊടുത്തു, 2000 കോടി കൊടുത്തു എന്നൊക്കെ. ഇത് അപ്പോ വിവേചനത്തോടു കൂടെയാണ് കൊടുക്കുന്നത്. എനിക്ക് അങ്ങനത്തെ അവർക്ക് പറയാൻ പറ്റും. അപ്പൊ തിരുവരങ്ങാടിയിൽ 565 കോടി നടത്തിയെന്നുള്ള നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്? ഞാൻ ചോദിക്കുന്നത് 2000 കോടി ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ഇവിടെ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ആ രൂപത്തിലേക്കുള്ള വികസനം വരുന്നുള്ളൂ. അവിടെയാണ് പ്രശ്നം. തിരുവരങ്ങാടി മണ്ഡലത്തിലും 666 കോടിയുടെ വികസനം നടന്നിട്ടുണ്ട്. 566 കോടി ആദ്യ വഴിയിലാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിയ വികസനങ്ങളുള്ളൂ. 566 കോടി രൂപയാണ്. ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കണല്ലോ, ലീഗ് അംഗീകരിക്കണം. ഈ പ്രതിപക്ഷ MLA ആയ സ്ഥലത്ത് പോലും 566 കോടി രൂപയുടെ വികസനം കേരളത്തിലെ ഗവൺമെന്റ് ഇവിടെ നടത്താൻ തയ്യാറാക്കിയിട്ട് എന്ന് എന്തായാലും മജീദ് സാഹിബ് അംഗീകരിച്ചു. ഞാനത് വായിച്ചു. അപ്പൊ ഈ അത് 566 അതേ സ്ഥാനത്ത് തൊട്ടടുത്ത മണ്ഡലങ്ങൾ പല മണ്ഡലങ്ങളും ഇതെല്ലാത്തിനും അപ്പുറം മണ്ഡലം കൂടെ നമ്മുടെ ബഷീറൊക്കെ പറഞ്ഞത് 1500 ഏറനഗർ പുറത്ത് നമ്മൾ പറഞ്ഞത് 1500 മേലെ കോടി രൂപ കണക്കാണ് ഏറനാട് പറഞ്ഞത്. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ അങ്ങനെ വാങ്ങും. അത് അവരിപ്പോ മുസ്ലിം ലീഗിന്റെ MLA ആണ് എന്നുള്ളത് കൊണ്ട് കാണിച്ചത് മാത്രമല്ല, അത് വാങ്ങാനും എവിടെയാണ് ഏത് ഹെഡിനകത്താണ് ഫണ്ടുള്ളത്, ആ ഫണ്ട് ലഭിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കാനും MLA ഫണ്ട് ഉള്ളത് കണ്ടെത്തി നമുക്കറിയാം. നമ്മൾ കൂടെ കർണാടകർക്കറിയാം. റോഡിന്റെ ഫണ്ടാണെങ്കിൽ അതിന്റെ പേച്ച് വർക്കിന് പറയേണ്ട ആളുകൾ, അതുപോലെ തന്നെ മറ്റേ ഡ്രെയിനേജ് ആണെന്ന് വേറെ ഉണ്ടാക്കുക. അപ്പം എവിടെയാണോ ഫണ്ട് ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ടാണ് എന്തുണ്ടാവുക, ആ ഫണ്ട് ഉള്ളത് തൻ്റെ മണ്ഡലത്തിലേക്കും തൻ്റെ പ്രദേശത്തേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടി ഇടപെട്ട് പ്രൊജക്ട് ഉണ്ടാക്കുക. അങ്ങനെയാണ്, അതിൻ്റെ സ്വാഭാവികമാണ്. അങ്ങനെ ദിനമായി നമ്മൾ പഞ്ചായത്ത് നേരിൻ്റെ പ്രശ്നം എന്താണ്, മണ്ഡലത്തിൻ്റെ വിഷയം എന്താണ്, ആ വിഷയത്തിനകത്ത് എവിടെയാണ് ഫണ്ട് ഉള്ളത്, ഏത് ഫണ്ട് ഉണ്ടാകാൻ കഴിയുമെന്നുള്ള ജാഗ്രത ഉണ്ടാക്കുന്നതിന് മാത്രമേ നടപ്പാക്കാൻ കഴിയുന്നത്. അല്ല ഞാൻ സാധനം അപ്പോൾ ഈ ഗവൺമെൻറ് ഒഴുക്കുണ്ട്. ഈ ഗവൺമെൻറ് കൃത്യമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ആയിരക്കണക്കിന് കോടി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസനം നടക്കുന്നുണ്ട്. ആ വികസനം നടക്കുന്നതിന്റെ ഭാഗമായി ആ ഒഴുക്ക് എന്തായാലും തിരക്കാടി ഉണ്ടാവും. അതിനു വേണ്ടി MLA വേണ്ട, MLA ആർക്കും ഉണ്ടാവും. പക്ഷെ അതിന് പ്രത്യേകിച്ച് ഈ
ഈ തിരങ്ങാടി മണ്ഡലത്തിലേക്ക് ഈ സർക്കാരിന്റെ ബജറ്റ് പ്രകാരം ഇപ്പോൾ ഞാൻ നേരത്തെ ടൂറിസമാണ്. ആ ടൂറിസത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ തിരങ്ങാടി ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിക്കും. എത്ര സാമ്പത്തിക വരുമാനം ഉണ്ടാവും? അതിനൊരു പ്രൊജക്ട് ഉണ്ടാക്കുമ്പോൾ ആ പ്രൊജക്ടിനകത്ത് ഏതെല്ലാം മേഖല കൂട്ടി അതിന് ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു ഭാവന. ആ ഭാവനയുടെ ഭാഗമായി അത് അവതരിപ്പിക്കാനും അത് നിയമത്തിൽ അവതരിപ്പിക്കാനും അത് മന്ത്രിമാരെല്ലാം ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കാനും അതിനുവേണ്ടി ഒരു ജനങ്ങളെ അണിയർത്തി കൊണ്ടുപോകുമ്പോഴേ ആ പ്രൊജക്ട് ഉണ്ടാവുക. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാവന പ്രകാരം സർക്കാർ ഇവിടെ പ്രഖ്യാപിച്ചു കൊണ്ടുവന്ന പെട്ടുന്ന പദ്ധതി ഭാഗമാക്കാകല്ലാതെ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി കൊടുത്തത് ഭാവനപരമായി MLA എന്ന രൂപത്തിലേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ബാധിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ പ്രൊജക്റ്റ് ഇന്നമാതിരി ഫോളോ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ എന്തായാലും ഞാൻ ഇല്ലാതെ പോയി എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അത് വേണ്ട